ഹലോ, വെൽക്കം ടു ലേണിനോ. ദിസ് ഇസ് ധന്യ. നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ലിങ്ക് ലിസ്റ്റിനെ കുറിച്ചിട്ടാണ്. ഡാറ്റ സ്ട്രക്ചേഴ്സിലെ ലിങ്ക് ലിസ്റ്റ്. ഓക്കെ അപ്പം ലിങ്ക് ലിസ്റ്റ് എന്താണെന്നുള്ളത് നോക്കാം. അപ്പം നമ്മുടെ സ്റ്റാക്കും ക്യൂയും പോലെ തന്നെ ലിങ്ക് ലിസ്റ്റ് ഒരു ലീനിയർ ഡേറ്റ സ്ട്രക്ചർ ആണ്. ഓക്കെ, അപ്പോൾ അതിൽ എലമെന്റ്സ് സ്റ്റോർ ചെയ്തിട്ടുള്ളത് കണ്ടിന്യൂസ് ആയിട്ടുള്ള മെമ്മറി ലൊക്കേഷൻസിൽ ആയിരിക്കണം എന്നില്ല, അടുത്തടുത്താവണം എന്നില്ല. ഓക്കെ, അപ്പോൾ എലമെന്റ്സ് ആർ നോട്ട് സ്റ്റോർഡ് അറ്റ് കണ്ടിന്യൂസ് മെമ്മറി ലൊക്കേഷൻസ്. അപ്പം എങ്ങനെയായിരിക്കും അപ്പം അതിന്റെ എലമെന്റ്സ് സ്റ്റോർ ചെയ്യുന്നത്? കുറെ ഈ ലിസ്റ്റുകൾ, ആ ലിസ്റ്റുകൾ നമ്മൾ പോയിന്റേഴ്സ് യൂസ് ചെയ്തിട്ട് ലിങ്ക് ചെയ്തിരിക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പൊ എലമെന്റ്സ് ലിങ്ക് ലിസ്റ്റിൽ കുറച്ച് പോയിന്റേഴ്സ് യൂസ് ചെയ്തിട്ട് ലിങ്ക് ചെയ്തിട്ടാണ് സ്റ്റോർ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അതിനകത്ത് എന്തൊക്കെയാണ് ഉണ്ടാവുക? ഒരു ലിങ്ക് ലിസ്റ്റിനകത്ത് നോഡ് ഉണ്ടാവും, നോഡ്സ്. ഓക്കെ, അതിനകത്തുള്ളതിന് നമ്മൾ നോഡ്സ്. ഇപ്പൊ ഇത് എ എന്ന് പറയുന്നത് ഇതൊരു നോഡ്, ഇതൊരു നോഡ്. അപ്പൊ അങ്ങനെ കുറെ നോഡുകളായിരിക്കും ഉണ്ടായിരിക്കുക. ആ നോഡ്സിനകത്ത് ഒരു ഡേറ്റ ഫീൽഡ്, ഇപ്പൊ ഇത് സ്റ്റോർ ചെയ്യുന്ന, ഇപ്പൊ എ എന്ന് പറയുന്നത് സ്റ്റോർ ചെയ്യുന്നത് ഡേറ്റ ഫീൽഡും അതിൻ്റെ അടുത്തുള്ള ഫീൽഡ് പറയുന്നത് നമുക്ക് പോയിന്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള റെഫറൻസ് ലിങ്ക് ആണ്. ഓക്കെ, റെഫറൻസ് ആണ്, അടുത്ത നോഡിലേക്കുള്ള റെഫറൻസ് കാണിക്കുന്ന ഒരു പോയിന്റർ ഫീൽഡും ആണ് അവിടെ ഉള്ളത്. ഓക്കെ, അപ്പം അത് ചിലപ്പോൾ നമുക്കിപ്പം മൂന്ന് സൈഡിൽ, ഇപ്പം ഡബ്ല്യു ലിങ്ക് ലിസ്റ്റ് ആകുമ്പോൾ നമുക്ക് ഈ സൈഡിലേക്കും ഉണ്ടാവും. ഓക്കെ, അപ്പം രണ്ട് ഫീൽഡ് മാത്രമല്ല 3 ഫീൽഡ് ഉള്ളതും ഉണ്ടാവും. ഓക്കെ, അപ്പോൾ എന്താ ലിങ്ക് ലിസ്റ്റ് എന്ന് പറയുന്നത് ഇറ്റ് കൺസിസ്റ്റ് ഓഫ് നോഡ്സ്. അപ്പോഴോ ഓരോ നോഡിനകത്തും ഡേറ്റ ഫീൽഡ് ഉണ്ടായിരിക്കും, ഒരു റെഫറൻസ് ഫീൽഡ് ഉണ്ടായിരിക്കും. അപ്പോൾ ഡേറ്റ ഫീൽഡിനകത്ത് നമ്മൾ ഡേറ്റ സ്റ്റോർ ചെയ്യുന്നു, റെഫറൻസ് ഫീൽഡിൽ നിന്ന് ഒരു പോയിന്റർ ആയിരിക്കും ഉണ്ടാവുക, അടുത്ത ലിസ്റ്റിലേക്കുള്ള ഒരു പോയിന്റർ ആയിരിക്കും ഉണ്ടായിരിക്കുക. നമ്മുടെ ലിങ്ക് ലിസ്റ്റ് അവസാനിക്കുന്ന ഭാഗം നമ്മളൊരു നൾ വാല്യൂ കൊടുത്തിട്ടാണ് അവിടെ സ്റ്റോപ്പ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അതൊരു ചെയിൻ ഓഫ് നോഡ്സ് ആണെന്ന് നമുക്ക് പറയാം. അപ്പൊ ഓരോ നോഡിനകത്തും കണ്ടെയ്ൻ ഡേറ്റ ആൻഡ് എ പോയിന്റർ ടു ദ നെക്സ്റ്റ് നോഡ്. ഓക്കെ, അപ്പോൾ അതിന്റെ തുടക്കത്തിലുള്ള, നമ്മുടെ തുടക്കത്തിൽ ഡേറ്റ ഹോൾഡ് ചെയ്യുന്നുണ്ടല്ലോ ആ ലിങ്ക് ലിസ്റ്റ്, അപ്പൊ നമുക്ക് അവിടെ ഒരു ഹെഡ് പോയിന്റർ, ആദ്യം തുടങ്ങുന്നത് ഒരു ഹെഡ് പോയിന്റർ ആയിരിക്കും ഉണ്ടായിരിക്കുക. ആദ്യത്തെ എലമെന്റ് അടുത്ത നോഡിലേക്ക് പോയിന്റ് ചെയ്യുന്നത് ഹെഡ് പോയിന്റർ ആണ്. ഓക്കെ, ഇപ്പൊ ഒരു എംപ്റ്റി ലിസ്റ്റ് ഒക്കെ ആണെന്ന് പറയുകയാണെങ്കിൽ അത് ജസ്റ്റ് ഒരു നള്ളിലേക്ക്, നമ്മൾ ഇവിടെ കാണുന്ന ഈ നൾ വാല്യൂലേക്കായിരിക്കും പോയിന്റിങ് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, എംപ്റ്റി ലിസ്റ്റ് ആണെങ്കിൽ. ഓക്കെ, ഇനി ഇതിന്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, ഡൈനാമിക് ഡേറ്റ സ്ട്രക്ചർ ആണ്. ഡൈനാമിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൺ ടൈമിൽ വർക്ക് ചെയ്യുന്നതാണ്. ഓക്കെ, സ്റ്റാറ്റിക് അല്ല. അപ്പൊ അവിടെ നമുക്ക് ഇൻസേർഷനും ഡിലീഷനും ഒക്കെ കുറച്ചും കൂടിയിട്ടും സിമ്പിൾ ആയിരിക്കും. ഓക്കെ, റൺ ടൈമിൽ ചെയ്യുന്നത് കൊണ്ട് തന്നെ നമുക്ക് റൺ ടൈമിൽ അത് മെമ്മറി സൈസ് കൂട്ടാനും പറ്റും, കുറയ്ക്കാനും പറ്റും. ഇപ്പൊ ഒരു ലിങ്ക് ലിസ്റ്റിനകത്ത് നമുക്കൊരു 3 നോഡ്സ് ഉള്ള ലിങ്ക് ലിസ്റ്റ് ആണെങ്കിൽ ഇപ്പൊ ഒരെണ്ണം ഇൻസേർട്ട് ചെയ്യണമെങ്കിൽ നമുക്ക് ആ പോയിന്ററിന്റെ ഇടയിൽ ഒരെണ്ണം ഇൻസേർട്ട് ചെയ്യാനായിട്ട് സിമ്പിൾ ആണ്. ഓക്കെ, പക്ഷെ നമുക്ക് അറേ ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റാറ്റിക് ആണ്. ഓക്കെ, അറേ നമ്മൾ റൺ ടൈമിൽ നമുക്ക് അതിന്റെ ഡിഫൈൻ ചെയ്യാനായിട്ട് പറ്റില്ല. നമ്മൾ ഒരിക്കൽ അത് ഇത്ര സൈസ് വേണം എന്നുള്ളത് ഡിഫൈൻ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു സൈസിലേക്ക് മാത്രമായിരിക്കും നമുക്ക് എലമെന്റ്സിനെ ആഡ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. പക്ഷെ ലിങ്ക് ലിസ്റ്റ് എന്ന് പറയുന്നത് അങ്ങനെയല്ല. ലിങ്ക് ലിസ്റ്റ് ഒരു ഡൈനാമിക് ഡേറ്റ സ്ട്രക്ചർ ആണ്. നമുക്ക് റൺ ടൈമിൽ നമുക്കൊരു ഇത് കൂട്ടണം എന്ന് പറയുകയാണെങ്കിൽ നമുക്കത് ഒരു പോയിന്ററും കൂടിയും അതിൽ നിന്ന് കൂട്ടാൻ വേണ്ടിയിട്ട് എളുപ്പമായിരിക്കും. ഓക്കെ, അതുപോലെ തന്നെ ഈസ് ഓഫ് ഇൻസേർഷൻ ഓർ ഡിലീഷൻ. ഇൻസേർഷനും ഡിലീഷനും ഈ പറഞ്ഞ പോലെ അറേസിനേക്കാളും കുറേ കൂടി സിമ്പിൾ ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് അതിന് വേണ്ടിയിട്ട് ഒരു അവിടെ ഷിഫ്റ്റ് ചെയ്യേണ്ട ആവശ്യമോ ഒന്നുമില്ല. അപ്പൊ അഡ്രസ് എപ്പോഴും അപ്ഡേറ്റ് ചെയ്തിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, ദെൻ എഫിഷ്യന്റ് മെമ്മറി യൂട്ടിലൈസേഷൻ. മെമ്മറി യൂട്ടിലൈസേഷൻ വളരെ എഫിഷ്യന്റ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഡൈനാമിക് ഡാറ്റ സ്ട്രക്ചർ ആയതുകൊണ്ട് തന്നെ നമുക്ക് ആവശ്യാനുസരണം നമുക്ക് അതിന്റെ സൈസ് ഇൻക്രീസ് ചെയ്യോ ഡിക്രീസ് ചെയ്യോ ഒക്കെ ചെയ്യാവുന്നതാണ്. അത് കാരണം നമുക്കിപ്പോൾ അറേയിലേക്ക് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഒരു 98 സ്പേസ് ആവശ്യമാണെങ്കിൽ നമ്മളിപ്പോൾ 98 അല്ലെങ്കിൽ ഒരു 100 മുന്നേ തന്നെ നമുക്ക് 98 ആവശ്യമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റ് 98 അല്ല, നമ്മളൊരു 100 ഡിഫൈൻ ചെയ്ത് വെക്കുന്നത്. അപ്പോൾ അവിടെ 2 സ്പേസ് ചിലപ്പോൾ ബാക്കിയായി എന്ന് വരും. അപ്പോൾ അവിടെ മെമ്മറി വേസ്റ്റേജ് ഒക്കെ വരുന്നുണ്ട്. പക്ഷെ ഇതിനകത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 98 മതിയെങ്കിൽ നമ്മളിപ്പോൾ 95 ചെയ്താലും മതി. നമുക്ക് കൂടുതൽ 3 വേണമെങ്കിൽ ലാസ്റ്റ് പിന്നീട് നമുക്ക് അപ്ഡേറ്റ് ചെയ്ത് റൺ ടൈമിൽ അത് ഡിഫൈൻ ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഓക്കെ, അപ്പൊ അതിന്റെ സൈസ് അതിനനുസരിച്ചിട്ട് നമുക്ക് ഷ്രിങ്ക് ചെയ്യിക്കാനും അതുപോലെ തന്നെ ഗ്രോ ചെയ്യിക്കാനും ഒക്കെ പറ്റും. അപ്പോൾ വേസ്റ്റേജ് ഓഫ് മെമ്മറി അവിടെ വരുന്നില്ല. അപ്പൊ എഫിഷ്യന്റ് മെമ്മറി യൂട്ടിലൈസേഷൻ. പിന്നെ ഇംപ്ലിമെന്റേഷൻ. ഓക്കെ, നമുക്ക് ലിങ്ക് ലിസ്റ്റ് യൂസ് ചെയ്തിട്ട് ഈ പറഞ്ഞതുപോലെ ഒരുപാട് ഡേറ്റ സ്ട്രക്ചേഴ്സ് നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ഇപ്പൊ സ്റ്റാക്ക് ആയാലും ക്യൂ ആയാലും ഗ്രാഫ്, ഹാഷ്, ഇതെല്ലാം തന്നെ നമുക്ക് ലിങ്ക് ലിസ്റ്റ് യൂസ് ചെയ്തിട്ട് ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ,
ഇനി ലിങ്ക് ലിസ്റ്റിന്റെ കുറച്ച് ടൈപ്സ് ഉണ്ട്. അപ്പോൾ ആദ്യം തന്നെ സിംഗ്ലി ലിങ്ക് ലിസ്റ്റ്. സിംഗ്ലി ലിങ്ക് ലിസ്റ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് നേരത്തെ നമ്മൾ കണ്ടതുപോലുള്ള ടൈപ്പ് ഓഫ് ലിങ്ക് ലിസ്റ്റ് ആണ്. രണ്ട് ഫീൽഡുള്ള നോഡ്സ് ആയിരിക്കും ഉണ്ടായിരിക്കുക. ഫോർവേഡ് ഡയറക്ഷനിലേക്ക് മാത്രം പോയിന്റിങ് വരുന്നത്. ഓക്കെ, പോയിന്റിങ് ട്രാവേഴ്സൽ എന്ന് പറയുന്നത് ഇപ്പോൾ ഫോർവേഡ് ഡയറക്ഷനിലേക്ക് മാത്രം വരുന്നു. അപ്പോൾ ഒരു നോഡിൽ നിന്ന് അടുത്ത നോഡിലേക്ക് മാത്രമായിരിക്കും അതിന്റെ കണക്ഷൻ വരുന്നത്. ഓക്കെ, അപ്പൊ ഇങ്ങനെയുള്ള കേസിൽ ഇൻസേർഷൻ വരുന്നത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നുമില്ലെങ്കിൽ നമുക്ക് ഇതിന്റെ മുന്നിൽ ഇപ്പോൾ ഒരു ലിങ്ക് ലിസ്റ്റ് ഒരു നോഡ് ഇൻസേർട്ട് ചെയ്യണമെങ്കിൽ ഒന്നുമില്ലെങ്കിൽ നമുക്ക് ഇതിന്റെ മുമ്പിൽ ഇൻസേർട്ട് ചെയ്യാം. ഓക്കെ, അല്ലെങ്കിൽ ഇതിന്റെ ബാക്ക് സൈഡിൽ ഇൻസേർട്ട് ചെയ്യാം. അതല്ലെങ്കിൽ നമുക്ക് ഇതിന്റെ ഇടയിൽ ഇൻസേർട്ട് ചെയ്യണമെങ്കിൽ അങ്ങനെ വേണമെങ്കിൽ ഒരു സ്പെസിഫിക് ലൊക്കേഷൻ പറഞ്ഞു കഴിഞ്ഞാൽ ആ ലൊക്കേഷനിലേക്കും ഇൻസേർട്ട് ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ ഡിലീഷൻ ഓപ്പറേഷൻ ആണെങ്കിലും നമുക്ക് 3 തരത്തിൽ പറ്റും. ഇപ്പോൾ ബിഗിനിങ്, എൻഡ്, അതുപോലെ തന്നെ ഏത് സ്പെസിഫിക് ആയിട്ടുള്ള ഒരു നോഡ് പറഞ്ഞു അതും നമുക്ക് ഡിലീറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, പിന്നെ സെർച്ച് പ്രോസസ് എന്ന് പറയുന്നത് എന്താ, നമുക്കിപ്പോൾ ഒരു സ്പെസിഫിക് നോഡ് റിട്രീവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളത് കണ്ടുപിടിച്ച് സെർച്ച് ചെയ്യുന്നു. ഓക്കെ, അതൊന്നുമില്ലെങ്കിൽ ഫ്രണ്ടിൽ നിന്ന് തുടങ്ങാം, അല്ലെങ്കിൽ എൻഡിൽ നിന്ന് തുടങ്ങാം. അതല്ലെങ്കിൽ നമുക്കൊരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു നോഡാണ് സെർച്ച് ചെയ്യണമെങ്കിൽ എവിടെ നിന്ന് വേണമെങ്കിൽ നമുക്ക് ആ നോഡ് സെർച്ചിങ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, പിന്നെ ഡിസ്പ്ലേ ഓപ്പറേഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് എന്തൊക്കെ എലമെന്റ്സ് ആണ് ഒരു ലിങ്ക് ലിസ്റ്റ് ഉള്ളത് എന്നുള്ളത് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുന്നതാണ് ഡിസ്പ്ലേ ഓപ്പറേഷൻ. സിംഗിൾ ലിങ്ക് ലിസ്റ്റിൽ ഇത്രയും കാര്യങ്ങളാണ് വരുന്നത്: ഇൻസർഷൻ, ഡിലീഷനും, സെർച്ചിങ്ങും, ഡിസ്പ്ലേയും. ഇനി ഡബിൾ ലിങ്ക് ലിസ്റ്റ് എന്ന് പറയുമ്പോൾ അവിടെ നമുക്ക് 2 ആരോ മാർക്ക് ഉണ്ട്, 2 പോയിന്റർ ഉണ്ട്, 2 സൈഡിലേക്കും ഉണ്ട് പോയിന്റിങ്. ഇപ്പൊ ഇവിടെ 3 ഫീൽഡാണ് വരിക. പോയിന്റർ ഫീൽഡ് ഒരു പ്രീവിയസ് വരുന്നുണ്ട്, ഒരു നെക്സ്റ്റും വരുന്നുണ്ട്. മിഡിലാണ് നമ്മുടെ ഡേറ്റ ഫീൽഡ് വരുന്നത്. ഓക്കെ, അപ്പോൾ 2 സൈഡിലേക്കും നമുക്കിവിടെ പോയിന്റിങ് വരുന്നുണ്ട്. അതാണ് ഡബിൾ ലിങ്ക് ലിസ്റ്റിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ ഫോർവേഡ് ഡയറക്ഷനിലും ബാക്ക്വേർഡ് ഡയറക്ഷനിലും ട്രാവേഴ്സൽ നടക്കുന്നുണ്ട്. ഓക്കെ, അതിനകത്ത് വരുന്ന ഓപ്പറേഷൻ ഇൻസേർഷൻ ഓപ്പറേഷൻ ആണ്. ഓക്കെ, ഇൻസേർഷൻ ഓപ്പറേഷൻ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ബിഗിനിങ് ഓഫ് ദ ലിസ്റ്റ്, ആഫ്റ്റർ എ ഗിവൺ നോഡ്, ഇൻസേർട്ടിങ് അറ്റ് ദ എൻഡ്, അതുപോലെ തന്നെ ഇൻസേർട്ടിങ് ബിഫോർ എ ഗിവൺ നോഡ്. ഓക്കെ, ഒരു നോഡ് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ ഇൻസേർട്ട് ചെയ്യാം, ഒരു നോഡിന്റെ മുമ്പ് വേണമെങ്കിൽ ഇൻസേർട്ട് ചെയ്യാം, സ്റ്റാർട്ടിങ്ങിൽ വേണമെങ്കിലും അതുപോലെ തന്നെ എൻഡിൽ വേണമെങ്കിലും ഇൻസേർട്ട് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ഡിലീഷൻ ഓപ്പറേഷനും സെയിം മെത്തേഡ് തന്നെയാണ്. നമുക്ക് ബിഗിനിങ്ങിൽ, എൻഡിൽ, അല്ലെങ്കിൽ ഒരു സ്പെസിഫിക് നോഡ്സ്. അതുപോലെ തന്നെ ഡിസ്പ്ലേ ഓപ്പറേഷനും നമുക്ക് ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഓക്കെ, അടുത്തതിനി സർക്കുലർ ലിങ്ക് ലിസ്റ്റ്. സർക്കുലർ ലിങ്ക് ലിസ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് നേരത്തെ കണ്ടതുപോലുള്ള തന്നെയാണ്. പക്ഷെ അവിടെ ഒരു നൾ വാല്യൂ ഉണ്ടായിരിക്കില്ല എൻഡിൽ. പകരം ലാസ്റ്റ് നോഡ് ഫസ്റ്റ് നോഡിലേക്ക് തന്നെ പോയിന്റ് ചെയ്യും. ഓക്കെ, അപ്പൊ ഒരു സർക്കിൾ ഫോം ചെയ്യും അവിടെ, ഒരു സൈക്കിൾ പോലെ. ഓക്കെ, അപ്പൊ ഇതിനകത്ത് എത്ര നോഡ്സ് വേണമെങ്കിലും നമുക്ക് ഇൻസേർട്ട് ചെയ്യാം. അറ്റ് ലാസ്റ്റ് അതൊരു സർക്കിൾ ഫോമിലായിരിക്കും. അവിടെ ഒരു നൾ വാല്യൂ ഇല്ല. ഓക്കെ, നോ നൾ അറ്റ് ദ എൻഡ്. അപ്പോൾ അവിടെ ഫസ്റ്റിലേക്ക് തന്നെ ആയിരിക്കും ലാസ്റ്റിൽ നിന്ന് പോയിന്റ് ചെയ്യുന്നത്. പിന്നെ ഇൻസർഷൻ ഓപ്പറേഷൻ, അതുപോലെ തന്നെ ഡിലീഷൻ ഓപ്പറേഷൻ, അതുപോലെ തന്നെ വരുന്നതാണ്. ഓക്കെ, ഇനി ലിങ്ക് ലിസ്റ്റ് വേഴ്സസ് അറേയും ലിങ്ക് ലിസ്റ്റും തമ്മിലുള്ള ഒരു കമ്പാരിസൺ ആണ്. അറേസ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കണ്ടിന്യൂസ് ആയിട്ടാണ് സ്റ്റോർ ചെയ്യുന്നത്. അപ്പോൾ കോണ്ടിജിയസ് മെമ്മറി ലൊക്കേഷൻ ആണ് സ്റ്റോർ ചെയ്യുന്നത്. അതുപോലെ തന്നെ മുൻകൂട്ടി നമുക്ക് ഡിഫൈൻ ചെയ്യണം, അപ്പോൾ ഫിക്സഡ് സൈസ് ആയിരിക്കും. പിന്നെ അതുപോലെ തന്നെ കമ്പൈൽ ടൈമിലാണ് മെമ്മറി അലൊക്കേഷൻ നടക്കുന്നത്. ഓക്കെ, അതായത് സ്റ്റാറ്റിക് ആണ്, നമുക്ക് ഇത്ര നേരത്തെ ഡിഫൈൻ ചെയ്യുന്നതുകൊണ്ട് തന്നെ അത് കമ്പൈൽ ടൈമിലാണ് മെമ്മറി അലൊക്കേഷൻ നടക്കുന്നത്. ലിങ്ക് ലിസ്റ്റിനെക്കാളും വളരെ കുറവ് മെമ്മറി എന്നത് യൂസ് ചെയ്യുന്നുള്ളൂ. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ എലമെന്റ്സ് അതിലത്തെ ആക്സസ് ചെയ്യാൻ വേണ്ടി നമുക്ക് വളരെ എളുപ്പത്തിൽ പറ്റും. ഓക്കെ, ലിങ്ക് ലിസ്റ്റിലാവുമ്പോൾ അവിടെ ട്രാവേഴ്സൽ ആയതുകൊണ്ട് തന്നെ കുറച്ചും കൂടി ബുദ്ധിമുട്ടാണ്. പിന്നെ അതുപോലെ ഇൻസേർഷനും ഡിലീഷനും അറേയിൽ കുറേ കൂടി സമയം എടുക്കും. ഓക്കെ, ലിങ്ക് ലിസ്റ്റിലാവുമ്പോൾ മെമ്മറി ലൊക്കേഷൻസ് നമുക്ക് എവിടെ വേണമെങ്കിലും സ്റ്റോർ ചെയ്യാന്ന് പറയും. അപ്പോൾ കണ്ടിന്യൂസ് മെമ്മറി ലൊക്കേഷൻ ആവണം എന്നില്ല. ഓക്കെ, നോട്ട് സ്റ്റോർ ഇൻ കണ്ടിന്യൂസ് മെമ്മറി ലൊക്കേഷൻ. അതുപോലെ തന്നെ അതിന്റെ സൈസ് എന്ന് പറയുന്നത് ഡൈനാമിക് ആണ്. അപ്പോൾ നമുക്ക് റൺ ടൈമിലായിരിക്കും അത് അലൊക്കേഷൻ ഒക്കെ നടക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ഡൈനാമിക് സൈസ് ആയതുകൊണ്ട് തന്നെ എപ്പോൾ വേണമെങ്കിലും ഷ്രിങ്ക് ചെയ്യാനും ഗ്രോ ചെയ്യാനും എല്ലാം പറ്റും റൺ ടൈമിൽ തന്നെ. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ അത് കൂടുതൽ മെമ്മറി യൂസ് ചെയ്യുന്നുണ്ട്. കാരണം അവിടെ അതിന് ഡേറ്റ ഫീൽഡ്, അഡ്രസ് ഫീൽഡ്, അതായത് പോയിന്റിംഗ് ഫീൽഡ്, അങ്ങനെ 2 ഫീൽഡ് വരുന്നത് കൊണ്ട് തന്നെ കുറച്ചും കൂടി അറേനേക്കാളും മെമ്മറി സ്പേസ് കൂടുതൽ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ആക്സസിങ് ഒക്കെ എളുപ്പമാണ്. ആക്സസിങ് നമുക്ക്
കുറച്ചും കൂടിയും ബുദ്ധിമുട്ടാണ് അറേനേക്കാളും. കാരണം നമ്മൾ പറഞ്ഞു ട്രാവേഴ്സലാണ്. ലിങ്ക് ലിസ്റ്റ് നമുക്ക് ഒരു കാര്യം സെർച്ച് ചെയ്യണമെങ്കിലൊക്കെ നമുക്ക് ഫുള്ളായിട്ടല്ല, എവിടെ മുതലാണോ നമുക്ക് വേണ്ടത് വെച്ച് കഴിഞ്ഞാൽ അവിടെ മുതൽ നമുക്ക് ട്രാവേഴ്സലാണ്. അപ്പോൾ അറേനേക്കാളും കുറച്ച് ബുദ്ധിമുട്ടാണ്. പിന്നെ ഇൻസേർഷൻ ഡിലീഷൻ ഓപ്പറേഷൻ ഇവിടെ ഫാസ്റ്റ് ആയിട്ട് നടക്കുന്നുണ്ട്. ഓക്കെ, ഇത്രയാണ് ഇതിന്റെ ഡിഫറൻസസ് അറേ ആൻഡ് ലിങ്ക് ലിസ്റ്റ്. പിന്നെ അറേയും ലിങ്ക് ലിസ്റ്റും എടുക്കുമ്പോൾ അതിന്റെ ടൈം കോംപ്ലക്സിറ്റി പറയുകയാണെങ്കിൽ റാൻഡം ആക്സസ് നമുക്ക് എലമെന്റ്സ് ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് റാൻഡം ആക്സസിലാണെങ്കിൽ ലിങ്ക് ലിസ്റ്റിൽ ഓർഡർ ഓഫ് n ടൈമും അറേക്ക് ഓർഡർ ഓഫ് 1 ടൈമുമാണ്. ഓക്കെ, അറേ ഓർഡർ ഓഫ് 1ഉം ലിങ്ക് ലിസ്റ്റ് അറേ ഓഫ് n-ഉം. കാരണം അവിടെ നമുക്ക് ട്രാവേഴ്സലാണ് ആക്സസ് ചെയ്യുമ്പോൾ. അപ്പോൾ നമുക്ക് n നോഡ്സ് ഉണ്ടെങ്കിൽ ആ n നോഡ്സ് നമുക്ക് ട്രാവേഴ്സ് ചെയ്യേണ്ടതായിട്ട് വരും. അറേയിൽ എന്ന് പറയുമ്പോൾ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ആക്സസ് ചെയ്യാണ് ചെയ്യുന്നത്. സോ അവിടെ ഓർഡർ ഓഫ് 1ഉം ലിങ്ക് ലിസ്റ്റ് ഓർഡർ ഓഫ് n-ഉം ആണ്. ഓക്കെ, പിന്നെ ഇൻസേർഷൻ ആൻഡ് ഡിലീഷൻ അറ്റ് ദ ബിഗിനിങ്. ഓക്കെ, അപ്പോൾ ബിഗിനിങ്ങിൽ ഇൻസേർട്ട് ചെയ്യാനോ ഡിലീഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണെങ്കിൽ ലിങ്ക് ലിസ്റ്റിൽ ഓർഡർ ഓഫ് n-ഉം ഓർഡർ ഓഫ് 1ഉം അറേയിൽ ഓർഡർ ഓഫ് n-ഉം ആണ്. ഓക്കെ, പിന്നെ ഇൻസേർഷൻ ഡിലീഷൻ അറ്റ് ദ എൻഡിലാവുമ്പോൾ നേരെ തിരിച്ച് ഓർഡർ ഓഫ് n ആണ് ലിങ്ക് ലിസ്റ്റിൽ, അറേയിൽ ഓർഡർ ഓഫ് 1 ആണ്. ഓക്കെ, ഇനി ഇൻസേർഷൻ ആൻഡ് ഡിലീഷൻ റാൻഡം പൊസിഷൻ, ഒരു പൊസിഷനിൽ ഇൻസേർട്ട് ചെയ്യാനോ ഡിലീറ്റ് ചെയ്യാനോ രണ്ടിനും ഓർഡർ ഓഫ് n ടൈം തന്നെയാണ് എടുക്കുന്നത്. ഓക്കെ, ഓർഡർ ഓഫ് n ആണ് അറേക്കാണെങ്കിലും ലിങ്ക് ലിസ്റ്റിലാണെങ്കിലും. ഇനി ഇതിന്റെ ആപ്ലിക്കേഷൻസ് എന്തൊക്കെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ലീനിയർ ഡേറ്റ സ്ട്രക്ചേഴ്സുകളായിട്ടുള്ള സ്റ്റാക്ക്, ക്യൂ, അതുപോലെ നോൺ ലീനിയർ ഡേറ്റ സ്ട്രക്ചേഴ്സ് ആയിട്ടുള്ള ഹാഷിംഗ്, ഗ്രാഫ്, ഇതെല്ലാം നമുക്ക് ലിങ്ക് ലിസ്റ്റ് യൂസ് ചെയ്തിട്ട് ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, പിന്നെ ഡൈനാമിക് മെമ്മറി അലൊക്കേഷൻ ആണ്. അത് കാരണം തന്നെ ലിങ്ക് ലിസ്റ്റ് നമുക്ക് ഫ്രീ ബ്ലോക്സ് ആയിട്ടുള്ള ലിങ്ക് ലിസ്റ്റ് ആണ് അതിനുവേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത്, ഡൈനാമിക്കലി മെമ്മറി അലൊക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇനി ഇംപ്ലിമെന്റേഷൻ ഓഫ് ഗ്രാഫ് നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. നോൺ ലീനിയർ ഡേറ്റ സ്ട്രക്ചേഴ്സ് ആണ് ഗ്രാഫും ഹാഷിംഗ് ഒക്കെ, ഹാഷൊക്കെ. അപ്പോൾ അതൊക്കെ നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇംപ്ലിമെന്റേഷൻ ഓഫ് ഗ്രാഫിൽ നമുക്ക് അഡ്ജസൻസി ലിസ്റ്റ് റെപ്രസെന്റേഷൻ ഓഫ് ഗ്രാഫ് ഉണ്ട്. അതിന് നമുക്ക് അഡ്ജസന്റ് വേർട്ടിസസ് ഒക്കെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് ലിങ്ക് ലിസ്റ്റ് യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ വെബ് ബ്രൗസേഴ്സ്, വെബ് എഡിറ്റേഴ്സ്, ഇതിലൊക്കെ നമുക്ക് ഡബ്ലി ലിങ്ക് ലിസ്റ്റ് ആണ് യൂസ് ചെയ്യുന്നത് ഫോർവേഡ് ബാക്ക്വേർഡ് നാവിഗേഷൻസിനൊക്കെ വേണ്ടിയിട്ട്. വെബ് ബ്രൗസേഴ്സിനും വെബ് എഡിറ്റേഴ്സിനും മുമ്പിലേക്ക് പോകണമെങ്കിലും അതുപോലെ തന്നെ ബാക്കിലേക്ക് വരണമെങ്കിലും അതൊക്കെ ഫോർവേഡ് ബാക്ക്വേർഡ് ഓപ്പറേഷൻസ് എല്ലാം തന്നെ ഡബ്ലി ലിങ്ക് ലിസ്റ്റ് ആണ് ഇതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഈ ഫിബൊനാക്കി സീരീസ്, അപ്പോൾ അങ്ങനെയുള്ള ഫിബൊനാക്കി ഹീപ്സ്, ഇതിനെല്ലാം നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സർക്കുലർ ഡബ്ലി ലിങ്ക് ലിസ്റ്റ് ആണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും ലിങ്ക് ലിസ്റ്റിന്റെ ആപ്ലിക്കേഷൻസ് ആണ്. ഫിബൊനാക്കി ഹീപ്പ്, അതുപോലെ വെബ് ബ്രൗസർ, വെബ് എഡിറ്റേഴ്സ്, ദെൻ ഗ്രാഫ്, ഡൈനാമിക് മെമ്മറി അലൊക്കേഷൻസ്, സ്റ്റാക്ക്, ക്യൂ, മാപ്പ്, ഹാഷ് മാപ്സ്, അതുപോലെ തന്നെ ഗ്രാഫ്സ്, ഇതിലെല്ലാം യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി അഡ്വാൻറ്റേജസ് ഓഫ് ലിങ്ക് ലിസ്റ്റ് ഓവർ അറേസ്. നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്. അറേസിന്റെ വെച്ച് നോക്കുമ്പോൾ ലിങ്ക് ലിസ്റ്റിനുള്ള രണ്ട് മെയിൻ അഡ്വാൻറ്റേജസ് ആണ് ഡൈനാമിക് സൈസും ഈസ് ഓഫ് ഇൻസേർഷൻ ആൻഡ് ഡിലീഷൻ. ഓക്കെ, ഇപ്പോൾ ഡൈനാമിക് നമുക്ക് റൺ ടൈമിൽ സൈസ് കൂട്ടാനും കുറയ്ക്കാനും പറ്റും, അപ്പോൾ എക്സ്പാൻഡ് ചെയ്യാനും ഷ്രിങ്ക് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അത് കാരണം അത് വളരെ ഫ്ലെക്സിബിൾ ആണ്, അതുപോലെ തന്നെ ഡൈനാമിക് നേച്ചർ ആണ്. ഓക്കെ, രണ്ടാമത്തത് ഈസ് ഓഫ് ഇൻസേർഷൻ ആൻഡ് ഡിലീഷൻ. ഇപ്പോൾ ലിങ്ക് ലിസ്റ്റ് അറേയായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് എവിടെ വേണമെങ്കിലും ഇൻസേർട്ട് ചെയ്യാനോ ഡിലീറ്റ് ചെയ്യാനോ പറ്റുന്നു എന്നുള്ളതാണ് അടുത്തൊരു ഫീച്ചർ. ഓക്കെ, ഇനി ഡിസഡ്വാൻറ്റേജസ് എന്ന് പറയുമ്പോൾ അറേ നമുക്ക് സോർട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അതിൽ ബൈനറി സെർച്ച് ഒക്കെ അപ്ലൈ ചെയ്ത് സെർച്ചിങ് കുറച്ചും കൂടി ഈസി ആക്കാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അത് ഓർഡർ ഓഫ് ലോഗ് n ടൈം ആയിരിക്കും എടുക്കുക അറേ. ഓക്കെ, സെർച്ച് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ. പക്ഷെ നമ്മളിപ്പോൾ ലിങ്ക് ലിസ്റ്റിലാണെങ്കിൽ നമ്മളത് സോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും നമുക്ക് ബൈനറി സെർച്ച് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോൾ നമുക്ക് എന്തെങ്കിലും സെർച്ച് ചെയ്യണമെങ്കിൽ അവിടെ ഓർഡർ ഓഫ് n ടൈം ആയിരിക്കും എടുക്കുക. ഓക്കെ, അപ്പോൾ അതൊരു ഡിസഡ്വാൻറ്റേജ് ആണ്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ലിങ്ക് ലിസ്റ്റിൽ എക്സ്ട്രാ സ്പേസ്, കൂടുതൽ മെമ്മറി യൂസ് ചെയ്യാണ്. കാരണം അവിടെ നമ്മൾ പറഞ്ഞു നേരത്തെ ഡാറ്റ ഫീൽഡ്, പോയിന്റർ ഫീൽഡ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതിനൊക്കെ ഉള്ള സ്പേസ് നമ്മൾ കാണണം. ഓക്കെ, ഇതാണ് ഇതിന്റെ ഡിസഡ്വാൻറ്റേജസ്. ഓക്കെ, ഇനി കുറച്ച് ലിമിറ്റേഷൻസ്, ലിങ്ക് ലിസ്റ്റിന്റെ ലിമിറ്റേഷൻസ് ആണ്. പോയിന്റേഴ്സ് കൂടുതലായിട്ട് നമുക്ക് ഓരോ നോഡിനും പോയിന്റർ ആവശ്യമാണ്. അപ്പോൾ അത് കാരണം അത് വളരെ കോംപ്ലക്സ് ആണ്, കൂടുതൽ മെമ്മറി ആവശ്യമാണ്. ഓക്കെ, പിന്നെ റാൻഡം ആക്സസ് നമുക്ക് പറ്റില്ല. ഡൈനാമിക് മെമ്മറി അലൊക്കേഷൻ ആയതുകൊണ്ട് തന്നെ റാൻഡം ആക്സസ് കുറച്ച് ഡിഫിക്കൽട്ട് ആണ്. പിന്നെ ട്രാവേഴ്സൽ നമുക്ക് പറഞ്ഞു ആക്സസ് ചെയ്യണമെങ്കിൽ ട്രാവേഴ്സ് ചെയ്യണം. അപ്പോൾ ട്രാവേഴ്സിംഗ് എന്ന് പറയുന്നത് കുറച്ച് ടൈം കൺസ്യൂമിംഗ് ആണ്. ഓക്കെ, അതുപോലെ തന്നെ സിംഗിൾ ലിങ്ക് ലിസ്റ്റ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അവിടെ റിവേഴ്സ് ട്രാവേഴ്സൽ പറ്റൂല. ഡബ്ല്യൂ ആണെങ്കിൽ ഓക്കെ നമുക്ക് ബാക്ക്വേർഡ് ആൻഡ് ഫോർവേഡ് പറ്റും. സിംഗിൾ ലിങ്ക് ലിസ്റ്റ് യൂസ് ചെയ്യുമ്പോൾ ബാക്ക്വേർഡ് ട്രാവേഴ്സൽ പറ്റില്ല. ഓക്കെ,
പിന്നെ അതുപോലെ തന്നെ ഇപ്പൊ നമ്മൾ പറഞ്ഞു സെർച്ചിങ് എന്ന് പറയുമ്പോൾ നമുക്ക് അവിടെ ബൈനറി സെർച്ച് ഒന്നും അപ്ലൈ ചെയ്യാൻ പറ്റില്ല, അപ്പോൾ വളരെ കോസ്റ്റ്ലി ആയിരിക്കും. അതിന് ഓർഡർ ഓഫ് n ടൈം കോംപ്ലക്സിറ്റി അത് യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പം ഇത്രയാണ് ലിങ്ക് ലിസ്റ്റിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ്. നമുക്ക് ഇനി ഇതിന്റെ ബാക്കി ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഇംപ്ലിമെന്റേഷൻസ് ഒക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ പറയാം. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ ഓൺ ദ നെക്സ്റ്റ് വീഡിയോ. ഓക്കെ, അപ്പം ബൈ.